ബിഗ് ബോസ് വീട്ടിൽ ജയിൽ ഒരു തോന്നിയവാസം കാണിക്കാനുള്ള സ്ഥലമല്ല, ജയിൽ ഒരു സുഖവാസത്തിന് പോകാനുള്ള സ്ഥലവും അല്ല. ബിഗ് ബോസ് വീട്ടിൽ എന്നല്ല, പുറത്താണെങ്കിലും ജയിൽ ഒരു സുഖവാസത്തിനുള്ള സ്ഥലമല്ല. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലും ഇന്നലെ ജാസ്മിന് ലഭിച്ചത് ശരിക്കും ഒരു സുഖവാസമുള്ള ജയിൽ ജീവിതമായിരുന്നു. ജിൻഡോ ജയിൽ ഫുഡ് വെക്കാൻ പോയ സമയത്ത് നമ്മൾ കണ്ടതാണ് ഫുഡ് വെച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ കെട്ടിപ്പിടിക്കുന്ന ഗബ്രിയെയും ജാസ്മിനെയും. ജയിലിനുള്ളിൽ കിടക്കുന്ന ആൾക്കാരോട് വിസിറ്റേഴ്സ് ടൈമിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം കൂടിയുണ്ട്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടിരുന്നു അൻസിബയും സായുവാണ് ജയിലിലേക്ക് പോയത്. രണ്ടുപേർക്കും നല്ലൊരു 8ന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിരുന്നത്. 10 മുറി തേങ്ങയാണ് അവർക്ക് കൊടുത്തത്. ചിരകിയാൽ മാത്രം പോരാ, തേങ്ങ പാലുകൂടി പിഴിഞ്ഞെടുക്കണം. എന്നാൽ ജാസ്മിൻ ജയിലിലേക്ക് വരുന്ന ടൈമില് ജാസ്മിന് കൊടുക്കുന്ന ശിക്ഷകള് ഒന്ന് നോക്കണം. ആദ്യത്തെ ടൈമില് ജാസ്മിനും ഗബ്രിയും ജയിലിൽ കിടന്ന സമയത്ത് കുറച്ച് മാവ് കൊടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ജാസ്മിനും നോറയും ജയിലിലേക്ക് വന്നപ്പോ അവർക്ക് കൊടുത്തിരിക്കുകയാണ് കുറെ മുത്തുകൾ കൊടുത്ത് കുറച്ച് മാലകൾ കോർക്കുക. അതായിരുന്നു അവർക്കുള്ള പണിഷ്മെന്റ്. എന്നാൽ ബിഗ് ബോസ് നൽകിയ എല്ലാ മുത്തുകളും യൂസ് ചെയ്തല്ല ജാസ്മിൻ അത് ചെയ്തിരിക്കുന്നതും. അത് ചോദ്യം ചെയ്യുകയും കൃത്യമായി അത് ചെയ്യാൻ പറയുകയും ചെയ്യുന്ന ജിൻഡോയെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ജാസ്മിനെ നമുക്ക് ഇന്നലെ ലൈവിൽ കാണാൻ സാധിക്കായിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിന് മാത്രം എന്താണ് ഇത്രയും പ്രിവിലേജസ് ഒക്കെ കിട്ടുന്നത്? മറ്റാർക്കും കിട്ടാത്ത പ്രിവിലേജസ് ആണ് ജാസ്മിന് കിട്ടുന്നത്. ഈ ജാസ്മിൻ ശരിക്കും ബിഗ് ബോസിന്റെ ആരാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.